നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് നാട് മൊത്തം, ഇന്ത്യ മഹാരാജ്യത്തിൽ മൊത്തം ചർച്ചാ വിഷയമാണ് ഛത്തീസ്ഗഡിലെ കേരളത്തിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. പാർലമെന്റിനകത്ത് എല്ലാവരും കത്ത് കയറുന്നു, പാർലമെന്റ് സമർപ്പിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? അക്രമവും അനീതിയും എന്തൊക്കെയാണ്? കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയമാണ് ഇപ്പോൾ നടക്കുന്നത്. അച്ഛന്മാർ വളരെയധികം സന്തോഷത്തിൽ സംസാരിക്കുന്നുണ്ട്. കുട്ടു സാമുവൽ, ഒരു കെന്നഡി, ഒരു പി സി ജോർജ്, പിന്നെ കുറേ വരുന്ന മലയാളം ചാനലുകൾ, വരുന്നതിൽ മെയിൻ ആയിട്ടുള്ളത് ഷാജി സ്കറിയ, അവരൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. ബജറംഗ് ദളിനെ ആയിരുന്നാലും ശ്രീരാമസേനയായിരുന്നാലും RSSനെ ആയിരുന്നാലും ഇവരൊക്കെ ഭീകര സംഘടനയാണോ അല്ലയോ? മുസ്ലിങ്ങള് പിന്നെ ആഫ്രിക്കയില്, കോങ്കോയിലോ, പിന്നെ ഉഗാണ്ടയിലോ, നൈജീരിയയിലോ പിന്നെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അതൊരു ന്യായമായിട്ട് കണ്ടെത്തുകയാണ്. കാരണം സംഘപരിവാറുകാർക്ക് ഇവർ പ്രചോദനം കൊടുക്കുകയാണ്. അവിടെയൊക്കെ മുസ്ലിങ്ങൾ കൊല്ലുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിങ്ങൾ കൊന്നോളി, ഇവിടെ നിങ്ങൾ കൊന്നാൽ മതി. RSSകാരോ അല്ലെങ്കിൽ ബജറംഗോ അല്ലെങ്കിൽ സംഘപരിവാറിൽപ്പെട്ട ഏതെങ്കിലും സംഘടനയോടോ 12ഓ 20ഓ ഒക്കെ സംഘടനകളുണ്ട് സംഘപരിവാറിൽ. അപ്പോൾ പ്രചോദനം കൊടുക്കുകയാണ് ഇവിടെയുള്ള കുറേ ക്രിസ്ത്യാനികൾ. അവർക്ക് ഈ BJPയുടെ മൂട് താങ്ങിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം, അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ചില അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, റബ്ബറിന് 500 രൂപയാക്കി തന്നാൽ ഞങ്ങൾ ഒരു MPയെ തരാം കേരളത്തിൽ നിന്ന്. അപ്പോൾ അത്ര വൃത്തികെട്ട മനസ്സുള്ള കുറേ അച്ഛന്മാരും കുറേ ക്രിസ്ത്യാനികളും ഉണ്ട്, ക്രിസംഗികൾ, അതായത് സംഘികളെ താങ്ങുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ മനോഭാവത്തിൽ കുറച്ചെങ്കിലും മാറ്റം വന്നോ എന്നില്ലോ എന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളും പുറത്തിറങ്ങി പ്രകടനം നടത്തുന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, BJPക്കെതിരെ സംസാരിക്കുന്നു, അതൊക്കെയാണ് അവരുടെ വിഷയങ്ങൾ. അല്ലാതെ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തത്? ഇല്ലാത്ത കുറ്റം ചുമത്തി അവരുടെ അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നിഷേധിച്ച് ജയിലിലിടുന്നു. അനൂപ് ആന്റണി കേരളത്തിലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇവനൊക്കെ രാഷ്ട്രീയത്തിൽ എന്നാണ് വന്നത്? ഈ അനൂപ് ആന്റണി ഇപ്പോഴാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു അനൂപ് ആന്റണി ഉണ്ടെന്ന്. വന്നിട്ട് പറയാണ്, അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, അവർ കോടതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. ഏതെല്ലാം പറഞ്ഞാലും ശരി, അവരുടെ തനി വർഗ ഗുണം RSSകാരും ഈ സംഘപരിവാറുകാർ കാണിക്കും. അത് ഈ ക്രിസ്ത്യാനിയൊക്കെ മനസ്സിലാക്കണം. നേരത്തെ എല്ലാം ക്രിസ്ത്യാനികളായിരുന്നാലും മുസ്ലിങ്ങളായിരുന്നാലും കേരളത്തിലെ ബാക്കി പിന്നോക്ക സമുദായങ്ങളായിരുന്നാലും ശരി, ജാതി പട്ടികവർഗ പിന്നോക്കക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി ഈ അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, സ്വജന പക്ഷപാതത്തിനെതിരെ, അവർക്ക് നീതി നിഷേധിക്കുന്നതിന് ഒരുപാട് സംഘടന അത് ഐക്യപ്പെട്ട് നിന്ന് പല സമരങ്ങളും നടത്തി വിജയിച്ചിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വിഷം ചീറ്റുന്നവരും ഈ കെന്നഡിയെ പോലുള്ളവന്മാരും പിന്നെ ഈ പുട്ടു സാമുവലിനെ പോലുള്ളവർക്കും അതൊന്നും പറഞ്ഞ് മനസ്സിലാവും. ഷാജി സ്കറിയ തന്നെ ഒരു പരിധി വരെ സംഖ്യകളെ താങ്ങുന്നവനാണ്, സംഖ്യകളെ താങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തുന്നവനാണ്. ഇപ്പൊ പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ പിന്നെ അവിടെ കൊല്ലുന്നു, ഇവിടെ കൊല്ലുന്നു, അതുകൊണ്ട് സംഘപരിവാറുകാരെ നിങ്ങളും കുറച്ചൊക്കെ ചെയ്തോളി എന്നിട്ട് പറയണ ക്രിസ്ത്യാനികൾ ഇത്രയും വലിയ ന്യൂസ് കൊടുക്കുന്നതിന് മുസ്ലിങ്ങളെ ന്യൂസ് കൊടുക്കുന്നു, മുസ്ലിങ്ങൾ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നു. മുസ്ലിങ്ങൾ ലോകത്ത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രതികരിക്കും. മുസ്ലിങ്ങളെ പ്രതികരിക്കുന്ന അവരോടുള്ള സ്നേഹം മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനിയോടുള്ള സ്നേഹമൊന്നുമല്ല. പക്ഷേ അനീതി, അക്രമം, പിന്നെ സ്വജന പക്ഷപാതമായിരുന്നാലും ശരി, മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്താലും ശരി, മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്താലും ശരി, അതൊക്കെ പ്രതികരിക്കും. മുസ്ലിങ്ങൾക്ക് എന്താ അവകാശമില്ലേ? മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് അവകാശമില്ല? പ്രതികരിക്കാനുള്ള ഇതുണ്ട്. അത് നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കും. അത് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അവരൊന്നും പറയാൻ പാടില്ല, അന്നൊന്നുമില്ല. അങ്ങനെ ഒരു നിയമവും ഈ ലോകത്തില്ല. നമുക്ക് ഭരണഘടന അനുവദിച്ച, ഭരണഘടനയിൽ നമുക്ക് ഉറപ്പ് നൽകിയ ചില വകുപ്പുകളുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ, ആ ഭരണഘടനയ്ക്ക് പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനെ നിഷേധിക്കാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ ചെയ്യുന്ന അവരാണ് രാജ്യദ്രോഹികൾ, രാജ്യവിരുദ്ധരും അവരാണ്. ക്രിസ്ത്യാനിക്ക് ഭയമാണ് പറയാൻ. എന്തുകൊണ്ട് ഭയമാണ്? ഇവർ RSSകാരോ അല്ലെങ്കിൽ സംഘപരിവാറുകാരോ രാജ്യദ്രോഹികളാണ്. കാര്യം, ഒരു രാജ്യം ശിഥിലമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സമുദായ സ്പർദ്ധയുണ്ടാക്കി, സമുദായ വിരോധമുണ്ടാക്കി, സമൂഹത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, അക്രമങ്ങളുണ്ടാക്കി, ജാതീയമായി വേർതിരിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അല്ലാതെ ഇന്ത്യയുടെ കൂടെ, ഭാരതത്തിന്റെ കൂടെ സ്നേഹമൊന്നുമില്ല അവർക്ക്. എന്ത് സ്നേഹം?
അവർക്ക് അങ്ങനെ ഒരു സ്നേഹമേ ഇല്ല. അവരുടെ ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. സംഘപരിവാറുകാരുടെ ഇവർ എത്ര പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര പേര് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. അന്ന് ഇംഗ്ലീഷുകാരൊപ്പമായിരുന്നവര്. ഈ സംഘികളായിരുന്നാലും മൂടുതാങ്കികളായിരുന്നാലും കൃസംഘികളും എല്ലാം ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ് ഭരണകാലത്ത് കോൺഗ്രസിന്റെ UPA ഭരണം കേന്ദ്രത്തിൽ ഇരുന്നപ്പോ, അല്ലെങ്കിൽ ഈ ഛത്തീസ്ഗഡിലോ ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ ഒറീസയിലോ ബീഹാറിലോ ഗുജറാത്തിലോ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ, വടക്കൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും അക്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ആ സമയത്തെല്ലാം ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അതെന്തിന് ന്യായീകരിക്കണം? അത് അവരുടെ കാലം അങ്ങനെയാണെങ്കിൽ കണക്കെടുക്കാം. പിന്നെ UPA അല്ലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇത്ര വർഷത്തിനിടയിൽ എത്ര അക്രമം നടന്നു, എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിന് കണക്കെടുക്കാൻ ഒക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഈ ഷാജൻസ്കറിയെ പോലുള്ള പിന്നെ ചാനലുകാരും കെന്നഡിയും പുട്ടൻ സാമുവലിനെ പോലുള്ള പിന്നെ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നവരും കുറെ അച്ഛന്മാരും അവർ മനസ്സിലാക്കാനുള്ളത്, പിന്നെ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ മിഷനറിയെ ആ കൊച്ചു കുട്ടികളെയും ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. ആരാണ്? കോൺഗ്രസ്സുകാരാണ് ചുട്ടുകൊന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? 2 സ്ത്രീകളാ, യുവതികളാ, വിവാഹം കഴിക്കാത്ത സ്ത്രീകളാ നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോയി ഒരു ജനക്കൂട്ടം ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നു. ഇതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. കേരളത്തിൽ നടന്നാലും ഇന്ത്യയിൽ നടന്നാലും നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളെ വീട്ടില്, നമ്മളെ ഗ്രാമത്തില്, നമ്മുടെ ജില്ലയില്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ആദ്യം അത് നോക്കുക, അത് ശരിയാക്കാൻ നോക്കുക. എന്നിട്ട് പോയി ആഫ്രിക്കയിൽ നോക്കിയാൽ മതി. ആഫ്രിക്കയിലെ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് എന്തിന്? ആഫ്രിക്കയിൽ പറയാം, ഇവിടെ എല്ലാം സമാധാനവും സ്വസ്ഥയും സംതൃപ്തിയും പിന്നെ അക്രമമൊന്നും ഇല്ലാതെ ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് നമുക്ക് ആഫ്രിക്കയിലോട്ട് പോകാം. അല്ലാതെ ഇവിടെ നിന്ന് മൈക്രോസ്കോപ്പ് വെച്ച് ആഫ്രിക്കയിൽ പോകണ്ട. ആദ്യം നമ്മളെ കാര്യം ശരിയാക്കുക. അല്ലാതെ ഇവരുടെ മൂടും നാളെ നടക്കേണ്ട കാര്യങ്ങളില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവണം. ഇപ്പൊ എന്തായാലും മനസ്സിലാക്കി വരുന്നുണ്ട്. അവർ ലഡു ആയിരുന്നാലും ശരി, വെളിരിയും കത്തിച്ചുണ്ടായിരുന്നാലും ശരി, കുരുത്തോല ആയിരുന്നാലും ശരി, കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവണം. ഇപ്പൊ എന്തായാലും മനസ്സിലാക്കി വരുന്നുണ്ട്. അവർ ലഡു ആയിരുന്നാലും ശരി, വെളിരിയും കത്തിച്ചുണ്ടായിരുന്നാലും ശരി, കുരുത്തോല ആയിരുന്നാലും ശരി, കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ക്രിസ്ത്യൻ ഭവനങ്ങളിലും പിന്നെ അരമനകളിലും. അത് മാത്രമോ, നിങ്ങൾ നോക്കണം, കേരളത്തിലെ MP ആണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ ജയിപ്പിച്ചുവിട്ട് ക്രിസ്ത്യാനികൾ കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. പിന്നെ അല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ച് അവിടുത്തെ ഗുരുവായൂരത്തെ പരിപാടി കലക്കി. അങ്ങനെയും കുറെ ഹിന്ദു വോട്ടും പോയി. അങ്ങനെ സുരേഷ് ഗോപി ജയിച്ച്. നിങ്ങൾ കണ്ടതാണ് ചാനലുകളിലൊക്കെ. ഒരു സ്ത്രീ വന്ന്, ആ ഹിന്ദു സ്ത്രീയാണ്, വന്ന് കൈ കൊടുത്തപ്പോഴത്തേക്ക് അയാൾ സോപ്പ് വാങ്ങിച്ച്, സോപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പോലത്തെ സോപ്പ് വാങ്ങിച്ച് അയാൾ പോയി കൈ കഴുകി. അപ്പൊ അത്ര നികൃഷ്ടമായ മനസ്സുള്ളവരാണ് ഈ BJP-ക്കാരും സംഘപരിവാറുകാരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഹൃദയശുദ്ധി, അയാൾ നല്ലവനാണ് എന്ന് പറയണ്ട. കാരണം നല്ലവനാണെങ്കിൽ ഈ സംഘികളുടെ കൂടെ സംഘികളെ കൂട്ടത്തിൽ കൂടില്ല. അവർക്ക് ആ മനസ്സ് വരില്ല. എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയിൽ. ഏതെങ്കിലും വേറൊരു രാഷ്ട്രീയ പാർട്ടി ചേർന്നൂടെ? പലരും ഭിക്ഷാദേഹികളാക്കി നടപ്പുണ്ട്. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടും, എനിക്ക് മന്ത്രിയാവണം, എനിക്ക് 4 മന്ത്രിമാരെ, എന്റെ ഉപമന്ത്രിയാവണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അത് മാത്രമോ? നായരാണ് സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപിക്ക് ഇപ്പൊ ബ്രാഹ്മണനാവണമെന്നാണ് ആഗ്രഹം. എങ്ങനെയുണ്ട്? അപ്പൊ സ്വന്തം തന്തയെ തള്ളിപ്പറയല്ലേ? തന്ത നായരായതിൽ ദുഃഖിക്കുന്നവനാണ്. എനിക്കിനി നായരാവണ്ട, എനിക്കിനി അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയാവണം. എന്താ വൃത്തികെട്ട മനസ്സുള്ളവരാണ്. ഇതിനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലുള്ളവർക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്. എന്തായാലും ഒരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും അങ്ങനെ അബദ്ധങ്ങൾ പറ്റരുത്. ഇവർ പല വേഷമിട്ടും വരും. ചെന്നായ്ക്കളാണ്, പല ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ പല വേഷത്തിലും വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് സംഘികളെ നമ്മൾ പരാജയപ്പെടുത്തണം. സംഘികൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നമസ്കാരം. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങളെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.